نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, ഒരായിരം സ്തുതി. നമ്മൾ വീണ്ടും ഒരു റമദാനിൽ എത്തിയിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ശഅബാനിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഷഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകുകയും റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണേ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേട്ടു. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു. നമുക്കവൻ ഈ റമദാനിലേക്ക് എത്താനുള്ള ദീർഘായുസ് നൽകി. പടച്ച റബ്ബ് റമദാനിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ പേര് ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ പ്രാർത്ഥിച്ച എല്ലാവർക്കും അല്ലാഹു തആല അവസരം കൊടുത്തില്ല. കുറേ ആളുകൾ പെട്ടെന്ന് ഒരുപക്ഷേ റമദാനിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ലോകത്തോട് വിടവാണ്. അതിൽ നമ്മുടെ ഉറ്റവരും ഉടയവരൊക്കെ ഉണ്ട്. പലരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികളുണ്ടാവും. ദുനിയാവുന്ന ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഒരു സെക്കൻഡിൽ 2 പേര് മരിക്കുന്നുണ്ട് ഈ ലോകത്ത്. അപ്പൊ ഇങ്ങനെ ആളുകൾ പോകും. ആ പോയവരുടെ കൂട്ടത്തിൽ ഒരു റമദാൻ കൂടി കിട്ടണമെന്ന് ആഗ്രഹിച്ച ആളുകൾ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരുണ്ടാകും. ആ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അവർക്ക് ആ റമദാനിന്റെ അനുഗ്രഹങ്ങൾ നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമദാനിലേക്ക് കൂടി ഒരു അവസരം നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊരു മഹാഭാഗ്യം നൽകിയിരിക്കുന്നു, നമുക്ക് വലിയൊരു അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്നാണ്. ഒരു വർഷം ഒരാൾ ജീവിച്ചാൽ, അതൊരു സത്യവിശ്വാസിയാണെങ്കിൽ, സൽക്കർമ്മങ്ങളുമായിട്ടാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ, ആ മനുഷ്യന്റെ ആ ഒരു വർഷം, ഒരു റമദാൻ അയാൾക്ക് കിട്ടിയാൽ ആ ഒരു റമദാൻ എന്തുമാത്രം വിലപിടിപ്പുള്ളതും എന്തുമാത്രം അനുഗ്രഹ കാരണവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹദീസില് ഒരു സംഭവം, ഒരു സഹാബി മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സ്വപ്നം കാണാം. സ്വപ്നം എന്താണ്? അദ്ദേഹം മരിച്ചു.
മരിച്ചു പരലോകത്തെത്തി സ്വർഗത്തിന്റെ വാതിൽക്കിലെത്തിയിരിക്കാം, സ്വർഗത്തിലേക്ക് കയറണം, പക്ഷെ കേട്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് അവിടെ അതിന്റെ 2 പേരെ കണ്ട്, 2 സുഹൃത്തുക്കൾ, പരിചയമുള്ള ആളുകളാണ്, പക്ഷെ അവര് നല്ല സുഹൃത്തുക്കളാണ്. വളരെ അടുത്ത 2 സുഹൃത്തുക്കൾ ആ സ്വർഗത്തിന്റെ വാതിൽക്കിലേക്ക് ഇങ്ങോട്ട് വന്നു. 2 പേരും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചവരാണ്. പക്ഷെ 2 പേരും ഒന്നിച്ച് മരിച്ചവരല്ല. ഒരാൾ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് മറ്റേയാൾ മരിച്ചിരിക്കുന്നത്. ഒരാള് രക്തസാക്ഷിത്വം വരിച്ച ആളാണ്. മാത്രമല്ല ഹദീസിലൊക്കെ പറയുന്ന അദ്ദേഹം വലിയ ത്യാഗിയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലും ദീനി മാർഗത്തിലും വളരെയേറെ അധ്വാന പരിശ്രമങ്ങൾ നടത്തുന്ന മുജ്തഹിദായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി ഒരാൾ. മറ്റേയാള് പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചു. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ ഒരു മലക്ക് വന്നിട്ട് ഇതിൽ നിന്ന് ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് സ്വാഭാവികമായിട്ടും വിചാരിക്കുക രക്തസാക്ഷിത്വം വരിച്ച ആളെയാണെന്നോ. അല്ല, പിന്നെയും അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് സാധാരണ മരണം വരിച്ച ആളെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 2ാമത് രക്തസാക്ഷിയെ കൊണ്ടുപോയി. തൊല്ലാറിയുന്നവന് പറയാണ്, എന്നോട് പറഞ്ഞു നിനക്ക് സമയമായിട്ടില്ല, അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കൾക്കിടയിൽ അദ്ദേഹം കണ്ട ഈ സ്വപ്നം ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ആരോ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിക്കും. നബിക്ക് ഇതിനൊരു വ്യാഖ്യാനം എന്തായാലും ഉണ്ടാവും. ഇതൊന്നിന് വെറും ഒരു പാഴ് സ്വപ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ സ്വപ്നവുമായിട്ടെത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. ഇങ്ങനെ പറഞ്ഞു, രക്തസാക്ഷി സ്വർഗത്തിൽ പ്രവേശിച്ചില്ല, അതിനു മുമ്പ് മറ്റേയാള്, അത് കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് അവസരം കിട്ടിയത്. എന്തായിരിക്കും പ്രവാചകരെ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം? ആ 2 ആളുകൾ തമ്മിൽ നമ്മുടെ കാഴ്ചയിൽ തുല്യരായിരുന്നില്ല. മറ്റേയാൾ വലിയ മുജ്തഹിദായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്വപ്നം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. ഇയാള് ഈ രക്തസാക്ഷിക്ക് ശേഷം 1 കൊല്ലം പിന്നെയും ജീവിച്ചില്ലേ? ഖാലൂ ബല, അതെ. വഅദ്റക റമളാന ഫസ്വാമ. 1 റമളാൻ കൂടി അയാൾക്ക് കിട്ടിയില്ലേ? എന്നിട്ട് ആ റമളാനിൽ അയാൾ നോമ്പെടുത്തില്ല. ഖാലൂ ബല, അതെ. വസല്ലാ കദാ വകദാ സജദതൻ ഫിസ്സന. പിന്നെ അയാൾ ധാരാളമായിട്ട് നമസ്കരിച്ച് ഇങ്ങനെ ഫർളും സുന്നത്തും ഇങ്ങനെയൊക്കെ നമസ്കരിച്ചിട്ട് ധാരാളം സുജൂദുകളും നമസ്കാരവും അയാൾക്ക് 1 വർഷം കിട്ടിയില്ല. ഖാലൂ ബല. قال رسول الله صلى الله عليه وسلم فما بينهما أبعد ما بين السماء والأرض. അപ്പൊ അവർക്കിടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം, അത്രയും വ്യത്യാസം ഉണ്ടെന്ന്. 1 വർഷം, ഒരൊറ്റ വർഷത്തെ വ്യത്യാസം. ഒരു രക്തസാക്ഷിയെക്കാളും 1 വർഷം ഒരു മനുഷ്യന് കൂടുതൽ കിട്ടി. ആ കൂടുതൽ കിട്ടിയപ്പോ എന്താണ്? നമ്മളെപ്പോഴും പറയുന്ന ഒരു പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹദീസില്ലേ, അയ്യുന്നാസി ഖൈറുൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ മനുഷ്യരിൽ ഉത്തമൻ എന്ന് ചോദിച്ചപ്പോ മൻ ത്വാല ഉംറുഹു വഹസുന അമലു. ദീർഘകാലം ജീവിച്ചു, പക്ഷെ നല്ല കർമ്മങ്ങൾ, സ്വാലിഹായ അമലുകൾ ധാരാളം ഉണ്ടായി, അയാളാണ് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞില്ലേ. ഫഅയ്യുന്നാസി ശർറുൻ യാ റസൂലല്ലാഹ്, അപ്പൊ മോശപ്പെട്ട മനുഷ്യരാരാണ് നബിയെ എന്ന് ചോദിച്ചില്ലേ. അപ്പൊ പറഞ്ഞു മൻ ത്വാല ഉംറുഹു, അയാളും കുറെ കാലം ജീവിച്ചു, പക്ഷെ അമലുകളൊക്കെ മോശമായിരുന്നു, കർമ്മങ്ങളൊക്കെ വേണ്ടാധീനങ്ങൾ ധാരാളം. അപ്പൊ അങ്ങനത്തെ മനുഷ്യല്ലേ. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. 1 കൊല്ലം കൂടി അങ്ങോട്ട് ജീവിച്ച ആ 1 കൊല്ലത്തിൽ നോമ്പ്, നമസ്കാരം, സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ജനസേവനം, ജീവകാരുണ്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാന പരിശ്രമം, ഒരു മനുഷ്യന്റെ അമലുകൾ എത്രയാണ്? അതിന് 1-ന് 10, 10-ന് 100 അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പെരുപ്പിച്ച് കൊടുക്കുമ്പോ രക്തസാക്ഷിത്വത്തിന്റെ പദവിയേക്കാൾ മുകളിലാണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണ് അയാൾ ആദ്യമായിട്ട് അല്ലാഹു തആല അവിടെ മലക്ക് വന്നിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതെന്ന് ആ സ്വർഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രാർത്ഥിച്ചത് എന്തിനാണ് നമ്മൾ ഈ പ്രാർത്ഥിച്ചത്? പടച്ചവനെ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ഇതിനാണ്. എന്ത്? ഇങ്ങനൊരു റമദാൻ കിട്ടിയിട്ട് ഇങ്ങനെ റമദാനിൽ നോമ്പെടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ എല്ലാ പുണ്യങ്ങളും ഇങ്ങോട്ട് വാരി കോരി നമ്മുടെ ഭാണ്ഡത്തിൽ നിറച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റമദാനിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചത്. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്താ? റമദാൻ കിട്ടി, ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ. സാധാരണ ജീവിതമാണോ ശരിക്കും പറഞ്ഞാൽ റമദാനിലെ ജീവിതം? റമദാൻ മാസത്തിലും സാധാരണ അമലുകളാണോ? റമദാനിലെ ജീവിതവും സാധാരണ ജീവിതമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത്?
റമദാൻ ഒരാൾക്ക് കിട്ടി. റമദാനിൽ ഒരാള് സൽക്കർമ്മങ്ങൾ ചെയ്ത്, നോമ്പെടുത്ത്, നമസ്കരിച്ച്, ദാനധർമ്മങ്ങൾ ചെയ്ത്, പ്രാർത്ഥിച്ച്, തൗബ ചെയ്ത്, ഇസ്തിഗ്ഫാർ നടത്തി, ഇങ്ങനെ ഒരു മനുഷ്യൻ അയാളുടെ പാപങ്ങളൊക്കെ കഴുകി ശുദ്ധീകരിച്ച് പൊറുക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അയാൾ എത്തിയില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രസിദ്ധമായ ഹദീസില്ലേ, 3 ആമീൻ പറഞ്ഞൊരു ഹദീസ് നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. 3 ആമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്ന സമയത്ത് ആമീൻ 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 3 പ്രാവശ്യം. എന്തിനാണെന്ന് പറഞ്ഞത്? ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞത്. ആ പ്രാർത്ഥനയൊക്കെ നെഗറ്റീവാണ്. നെഗറ്റീവ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപശാപങ്ങൾക്ക് ഇരയാകുന്നതോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതോ ആയ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. എന്താ പറഞ്ഞതോ? ഒരാള് ജിബ്രീൽ പറയണം, മൻ അദ്റക റമളാൻ, ഒരാൾക്ക് റമളാൻ കിട്ടി, റമളാനിലേക്ക് ഒരാൾ എത്തി, ഫലം യുഗ്ഫർ ലഹു, പക്ഷെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല. പാപങ്ങൾ എങ്ങനെ പൊറുക്കുക? പാപങ്ങൾ പൊറുക്കണമെങ്കിൽ അതേ രൂപത്തിൽ ആ നോമ്പിന്റെ ചൈതന്യത്തോടുകൂടി നോമ്പനുഷ്ഠിച്ച് ആ നോമ്പിൽ തൗബ ഇസ്തിഗ്ഫാറും നടത്തണ്ടേ? അതൊരാൾ ചെയ്തില്ല. അപ്പൊ അയാൾ അള്ളാഹു തആല അകറ്റി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും പാപമോചനത്തിൽ നിന്നും അയാൾ ദൂരത്തായി പോകട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഒരു റമദാൻ കിട്ടി. അപ്പൊ രണ്ട് അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഒരാൾക്ക് ഒരു റമദാൻ കിട്ടിയിട്ട് വന്നപ്പോ ഒരു റമദാൻ കൂടി ഒരാൾക്ക് കിട്ടി ജീവിച്ചപ്പോ ഒരു രക്തസാക്ഷിയേക്കാളും വലിയ അവസ്ഥ ഒരാൾക്ക്. മറ്റേ ആൾക്ക് റമദാൻ കൂടി കിട്ടി, പക്ഷെ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അയാൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവനായിട്ട് മാറുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നോമ്പ് വളരെ വളരെ കരുതലോടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഓതി വെച്ച ആയത്തിന്റെ അവസാനത്തിൽ ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടി നോമ്പെടുത്താലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങനെ പോകും. ലക്ഷ്യത്തെക്കുറിച്ച് നോമ്പ് എന്താണ് നമുക്കൊക്കെ അറിയാം. അത് നമ്മൾ വേഗം പഠിക്കും. നോമ്പ് എന്താണെന്ന് വേഗം പഠിക്കും. പക്ഷെ നോമ്പ് എങ്ങനെയാണെന്ന് പഠിക്കും അല്ലെ? എന്തിനാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വേണ്ടത്ര കരുതലില്ല. നോമ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നെയ്യത്ത് വെക്കുക. നോമ്പിന്റെ ഫർളുകൾ എന്നൊക്കെ പറഞ്ഞ് ഫിഖിൽ കുറെ ഫർളൊന്നുമില്ല. നോമ്പിന് 2 ഫർളേ ഉള്ളൂ. ഒന്ന് നീയത്താണ്. നോമ്പിന് നീയത്ത് വെക്കണം അല്ലെ? നാളെ എനിക്ക് നോമ്പാണെന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ കുട്ടിച്ച കാലത്ത് ചൊല്ലി പറഞ്ഞു അതിന് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറയാന്നുള്ളത് നീയത്ത് നാവ് കൊണ്ട് പറയല. ഹജ്ജിലും ഉംറക്കും മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് നമുക്ക് മാതൃക കാണാൻ പറ്റും. മനസ്സിൽ വേണം. നീയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നവ എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതാന്ന. നാളെ എനിക്ക് നോമ്പാണെന്ന് നീയത്ത് വേണം. നീയത്തില്ലാതെ വെറുതെ പെട്ടെന്ന് നോമ്പാവില്ലല്ലോ. അപ്പൊ നീയത്ത് നോമ്പിന്റെ ഫർളുകളിൽ ഒന്നാണ്. രണ്ടാമത്തത് നോമ്പിന്റെ ഫർള് എന്താ വെച്ചാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ശാരീരിക ബന്ധമൊക്കെ പകൽ സമയത്ത് ഒഴിവാക്കുക. ഇങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യം ഇത് ഫിഖ്ഹിൽ പറഞ്ഞാൽ ഈ നിയ്യത്തും ഈ പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതൊരാൾ പാലിച്ചു, അയാൾ പാലിച്ചാൽ അയാൾക്ക് നോമ്പായി. പക്ഷെ അത് നോമ്പെന്നല്ല, അതിന്റെ സ്ട്രക്ചർ മാത്രമേ ആവുന്നുള്ളൂ. ആരോ പറഞ്ഞത് ഇത് ഒരു ഹാർഡ്വെയർ മാത്രമേ ആവുന്നുള്ളൂ. ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ മാത്രമല്ലല്ലോ, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ശരിയല്ല, അല്ലെങ്കിൽ അതില്ല എങ്കിൽ ഹാർഡ്വെയർ കൊണ്ട് മാത്രം നോമ്പിന്റെ ഫർളുകൾ മാത്രം പാലിച്ചുകൊണ്ട് അതിന്റെ ബാഹ്യരൂപം മാത്രം എടുത്താൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ മാത്രമേ ആവൂന്ന്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എവിടെയെന്നറിയോ? അത് കിടക്കുന്നത് അതിന്റെ ചൈതന്യത്തിൽ. എല്ലാ ആരാധനകളും ചൈതന്യത്തിനുള്ള ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യ, എല്ലാ കർമ്മങ്ങളും അതിന്റെ ചൈതന്യമാണ് പ്രധാനം. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഖുശൂ അല്ലെ, അതാണ് അതിന്റെ ചൈതന്യം. എന്ന് നോമ്പിനെ കുറിച്ച് പറഞ്ഞാലും നോമ്പിന്റെ ചൈതന്യം, ജീവുള്ള നോമ്പ്. ജീവുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ ജീവുള്ള നോമ്പ് എടുത്താലാണ് നമുക്ക് തക്കവണ്ണം. ജീവുള്ള നോമ്പാണ് നമുക്കുള്ളതെങ്കിൽ നോമ്പ് പ്രവർത്തിക്കും, ഉറപ്പാണ്. നോമ്പ് വർക്ക് ചെയ്തിട്ട് നമ്മളെ മുത്തക്കയാക്കി മാറ്റും. 1 ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചിട്ടേ നമ്മളൊരു മാസം കഴിയുമ്പോഴേക്ക് നമ്മളൊരു വേറൊരു മനുഷ്യനാവും. അതായിട്ടില്ലെങ്കിൽ എന്താ അർത്ഥം എന്നറിയാം? നോമ്പ് നമ്മളിൽ ഒരു ഫലവും ചെലുത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ ലാലക്കും തത്തക്കും, തഖ്വ എന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ? ജാഗ്രത, കരുതൽ, ഭക്തി, സൂക്ഷ്മത, ആത്മനിയന്ത്രണം, ഇച്ഛാശക്തി, ഇതൊക്കെ അരുതാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നിർബന്ധ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ ഒരു മനുഷ്യനുണ്ടാകുന്ന വിൽ പവറാണ്, ഇച്ഛാശക്തിയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഞാനത് ചെയ്തിരിക്കും, വേണ്ടാത്ത കാര്യങ്ങൾക്കില്ല അല്ലെ? അതിനെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രസിദ്ധമായ ഹദീസിലും പറഞ്ഞാൽ തന്നെയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയോട് ചോദിച്ചു തഖ്വ എന്താണെന്ന് പറഞ്ഞെന്നേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു ഇടങ്ങേറ് പിടിച്ച വഴിയിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകും? പറഞ്ഞു, വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വസ്ത്രമൊക്കെ പൊക്കി പിടിച്ച് പരിക്ക് പറ്റാതെ ചളി തെറിക്കാതെ നല്ല ശ്രദ്ധയോടെ നടന്നു പോകും. എങ്കിൽ അതാണ് തഖ്വ.
ജീവിതം, നമ്മൾ ഈ ജീവിതമാകുന്ന വഴിയില്ലേ, നമുക്ക് ലക്ഷ്യത്തിലെത്തണം. ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാലേ കുറച്ച് പ്രയാസമുള്ള വഴിയാണ്. ഇത് ചതിയുടെ, വഞ്ചനയുടെ, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ചതിയിലും വഞ്ചനയിലും പെടും, വീണുപോകും. അങ്ങനെ പലരും വീണുപോയിട്ടുണ്ട്. പലരും നിർണായക ഘട്ടങ്ങളിൽ, അവസാന ഘട്ടത്തിൽ വീണുപോയിട്ടുണ്ട്. പലരുടെ മേൽ ചളി തെറിച്ചിട്ടുണ്ട്, അല്ലെ, പേരുദോഷം വന്നിട്ടുണ്ട്, പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ജീവിതമാകുന്ന വഴിയിൽ വീണുപോകും. വീണുപോകാതിരിക്കണമെങ്കിൽ ഈ വഴി അപകടം പിടിച്ച വഴിയാണ്, ഇടങ്ങേറ് പിടിച്ച വഴിയാണ്. കരുതലോടെ നടക്കണം, അതല്ലേ തഖ്വ. അപ്പൊ ഈ കരുതലും ജാഗ്രത ഇതന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലും തരിക. അതല്ല നോമ്പ് തരുന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വിശപ്പ്, ഭക്ഷണം മുന്നിലുണ്ട്, കഴിക്കൂല, നമ്മൾ പിടിച്ചു. വെള്ളമുണ്ട്, കുടിക്കൂല, അല്ലേ? ദമ്പതികൾ, യുവ ദമ്പതികളാന്ന് വിചാരിക്കും, ഭർത്താവ് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നാണ്, അല്ലേ? പക്ഷെ ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കും എന്ത്? പകൽ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധമൊന്നും നോമ്പിന് പാടില്ല. ഇല്ല. ഞാൻ വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, ഇത് ഇങ്ങനെ നമുക്ക് നമ്മളെ അങ്ങോട്ട് പിടിച്ചു നിർത്താൻ കഴിയും. ഇത് ഇന്നും നാളെയും മറ്റന്നാളും ഇത് നമുക്ക് പറ്റിയാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകും. ആ തഖ്വയാണ് നിങ്ങളിൽ വർക്ക് ചെയ്യുക, ആ തഖ്വയാണ് നിങ്ങളെ പ്രവർത്തിക്കുക. അങ്ങനെ തഖ്വ പ്രവർത്തിച്ചിട്ട് നമ്മൾ മുത്തഖികളായിട്ട് മാറുകയാണ്. അങ്ങനെ തഖ്വ പ്രവർത്തിച്ചിട്ട് നമ്മൾ കരുതലും ജാഗ്രതയും ഉള്ളവരായിട്ട് മാറുകയാണ്. അപ്പൊ അതിനുള്ള അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് വേണം. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നോമ്പ് അതിന്റെ ജീവനോടുകൂടി എടുക്കുക. ജീവനോടുകൂടി എടുക്കുക എന്ന് പറഞ്ഞാല് പട്ടിണി കിടക്കൽ മാത്രമല്ല. പട്ടിണി കിടക്കൽ അതിന്റെ ബാഹ്യരൂപമാണ്. അതിനപ്പുറത്ത് നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ മനസ്സിനും നമ്മുടെ നാവിനും ഒക്കെ നോമ്പ് വേണം. ശരീരവും മനസ്സും ഒന്നിച്ച്. ഇല്ലെങ്കിൽ കുറെ പട്ടിണിക്കാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ നോക്ക് നിങ്ങൾ. കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സുയാമിഹി ഇല്ലല്ലാഹ്. എത്ര നോമ്പുകാരുണ്ടെന്നറിയോ? അവർക്ക് നോമ്പ് കൊണ്ട് ദാഹം മാത്രമേ കിട്ടുന്നുള്ളൂ. പട്ടിണി ദാഹം എന്താണെന്നറിയോ? നോമ്പ് വയറിന് മാത്രമേ ഉള്ളൂ, ശരീരത്തിന് മാത്രമേ ഉള്ളൂ. മാനസികമായിട്ട് നോമ്പില്ല. പറയാൻ പാടില്ലാത്തൊക്കെ നിർത്തിയിട്ടില്ല. പണ്ട് പറഞ്ഞതൊന്നും ആ പറഞ്ഞതൊക്കെ എപ്പോഴും പറയും, ആ ചെയ്തിരുന്നൊക്കെ എപ്പോഴും ചെയ്യും, ആ കണ്ടിരുന്നൊക്കെ എപ്പോഴും കാണും, ആ കേട്ടതൊക്കെ എപ്പോഴും കേൾക്കും, ആ ചിന്തിച്ചതൊക്കെ എപ്പോഴും ചിന്തിക്കും. ചിന്തയും കണ്ണും കാതും, ഇല്ലേ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് ഖുർആനിൽ പറഞ്ഞില്ലേ, ഒക്കെ മലിനമാണ്. അതിൽ നിന്നൊന്നും പിൻവാങ്ങിയിട്ടില്ല. പട്ടിണി ഇങ്ങനെ കിടക്കും. അങ്ങനെ എത്ര പട്ടിണിക്കാരുണ്ട്. അവരുടെ നോമ്പ് കൊണ്ട് ദാഹമല്ലാതെ അവർക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ തന്നെ പിന്നെ രാത്രി നമസ്കാരത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ പറഞ്ഞു, മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ബിഅൻ യദഅ തആമഹു വശറാബഹു. ഒരു മനുഷ്യൻ ചീത്ത വാക്കുകളും പ്രവൃത്തികളും അയാൾ ഉപേക്ഷിച്ചില്ല, തെറ്റായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിച്ചില്ല, എങ്കിൽ അയാൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടിണി വെറും പട്ടിണിയല്ല, അത് അതിന്റെ ബാഹ്യവും അതിന്റെ ചൈതന്യമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ നോമ്പെടുക്കാൻ പറ്റണം, കരുതലോടെ, അല്ലെ? അപ്പൊ വേറെ ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോമ്പായാൽ അട്ടഹസിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, ബഹളം വെക്കരുത്, ശണ്ട കൂടരുത്, അല്ലെ? നോമ്പ് ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോ നോമ്പ് തലയിൽ കയറരുത്. ആരെങ്കിലും നിങ്ങളോട് വഴക്കിനോ വക്കാണത്തിനോ വന്നാ പറയണം, ഇനി ബ്രൂൻ സാഹിബിക്ക് നോമ്പാണ്, ഞാനില്ല. അതാണ് ആ ഒരു കരുതൽ. അങ്ങനെ നോമ്പെടുത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഈ സൂക്ഷ്മത അയാൾ ജീവിതത്തിൽ ഇങ്ങനെ പാലിച്ചും പുലർത്തിയും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ഒരു മുത്തഖി ഒരു മാസം കൊണ്ട് ജനിക്കുക. ലഅല്ലക്കും തത്തഖൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ചൈതന്യവത്തായ നോമ്പ്, ജീവനുള്ള നോമ്പ്, ശരീരവും മനസ്സും ഒന്ന് ചേർന്നിട്ടുള്ള നോമ്പെടുത്തിട്ട് നമുക്ക് ഈ റമദാനിൽ വിജയിക്കണം. അതിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. റമദാനിലെ പ്രത്യേകമായ ആരാധനകളിൽ ഒന്നാണ് രാത്രി നമസ്കാരം, തറാവീഹ്, ഖിയാമുൽ ലൈൽ. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി.
ഈമാനോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിലെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ച അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നമ്മൾ ഹയാത്താക്കണം. കുറെ പള്ളിയിൽ നമസ്കരിച്ച് പിന്നെ രാത്രി കുറെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഖുർആൻ ഓതി, പിന്നെ പറ്റുകയാണെങ്കിൽ രാത്രിയുടെ അവസാന യാമങ്ങളിലൊക്കെ കുറച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ച്, അല്ലെ? അങ്ങനെ രാത്രി സമയം കൂടി കുറച്ച് അള്ളാഹുവിന് വേണ്ടി നീക്കി വെച്ചുകൊണ്ടുള്ള ഒരു റമദാനായിരിക്കണം. രാത്രി ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഗതി, തറാവീഹിനൊന്നും പള്ളിയിൽ കാണുന്നില്ല. കുറെ പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാരിൽ കുറെ പേര്, എല്ലാവരും അല്ലാട്ടോ, കുറെ പേര് കൗമാരക്കാരില്ലേ, അവിടങ്ങളിലൊക്കെ ഈ റമദാനിൽ പ്രത്യേക കടകൾ പൊട്ടിമുളക്കാം. ഈ തെരുവുകളിൽ എന്തൊക്കെയോ പാനീയങ്ങൾ കലക്കി കുടിച്ച് പിന്നെ ഇങ്ങനെ കുടിക്കാം. അപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ നിസ്കരിക്കാൻ പോകുമ്പോൾ, ഞാൻ തറാവീഹ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കുറെ ചെറുപ്പക്കാരെ കണ്ടു. നിസ്കരിച്ച് വരുമ്പോഴും ആ ചെറുപ്പക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരൊന്നും പള്ളിയിലില്ല. അത് ഈ ഉമ്മത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ മക്കളാ. അപ്പൊ നമുക്ക് പിടിത്തം കിട്ടുവാണെങ്കിൽ എന്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ കൂടി പള്ളിയിലേക്ക് പിടിച്ചുകൊണ്ടുപോകണം. നീ അവിടെ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഈ സർബത്ത് കലക്കി കുടിക്കാനല്ലല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഏത് കാലത്തും കുടിച്ചുകൂടി കലക്കി കുടി. എവിടുന്നാണ് ഓരോരോ നമ്മളായിട്ടല്ലേ? ഇത് പലയിടത്തും ഉണ്ട്. ഫുഡ് ഫെസ്റ്റിവൽ നടക്കുക ചിലയിടത്തൊക്കെ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പിന്നെ നേരം വെളുക്കോളം തെരുവോരങ്ങളിൽ തിന്നു മതിച്ചു പിടിച്ചിട്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങുക, രാത്രി ഇങ്ങനെ അലഞ്ഞു കിടക്കുക. എന്ത് സങ്കടമുള്ള കാര്യമാണ് നിങ്ങൾ വിചാരിക്കും. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഇതൊന്ന് ചർച്ച ചെയ്യുക, കുട്ടികളോടൊപ്പം ഒന്ന് പറയാം, മക്കളെ അരുത്, ഇതല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരം. അടുത്ത കൊല്ലം നമ്മൾ ഇല്ലട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മള് സൊല്ലു സ്വലാത്ത മുവദ്ദിഅ എന്ന് പറഞ്ഞ മാതിരി വിട ചോദിക്കുന്നവന്റെ നമസ്കാരം പോലെയെന്നേ. എന്നുവെച്ചാല് അതുപോലെ തന്നെ ഇത് വിട ചോദിക്കുന്നവന്റെ നോമ്പ. ഇത് ലാസ്റ്റ് ചാൻസ് ആട്ടോ. ആർക്കും ഉണ്ടാവട്ടോ, ആരും പോകട്ടോ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളടുത്തോ ഇത് നമുക്ക് കിട്ടിയൊരു അവസരമാണ് മക്കളെ, ഇത് ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് അങ്ങനെയല്ല, ഭരണം കൂടെ പള്ളിയിലേക്കൊക്കെ ഒന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ടോണം. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ. കിട്ടാത്ത വിധം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പടച്ചറബിനോട് പ്രാർത്ഥിക്കുക. അത് വേറൊരു സംഗതി. അപ്പോ ഈ നമ്മുടെ ചെറുപ്പക്കാർക്ക് പള്ളികൾ സജീവമാണ്. പള്ളികളിൽ തറാവീഹും ഉത്ബോധനങ്ങളും പള്ളിയിൽ, അല്ലേ? അത് അങ്ങനെ റമദാൻ എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ഉത്സവമാണ്, തഖ്വയുടെ ഉത്സവമാണ്, ഈമാനിന്റെ ഉത്സവമാണ്, ഇസ്ലാമിന്റെ ഉത്സവമാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനനുസരിച്ച് വന്ന അതിനെ പിശാചിന്റെ വഴിയിലേക്കും പിശാചിന്റെ ആഘോഷവും ഉത്സവവുമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയോ അങ്ങനെ മാറിപ്പോകുന്നുണ്ട്. കരുതിയിരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ ഈ റമദാനിൽ അനുഗ്രഹിക്കട്ടെ. ഈ റമദാനിൻ കൊണ്ട് നേരത്തെ ആ സ്വഹാബിയുടെ കഥ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നേടി, ഏറ്റവും വലിയ പ്രതിഫലം നേടി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല നമുക്ക് എളുപ്പാക്കി തരട്ടെ. റമദാൻ ഇങ്ങനെ അനുഗ്രഹം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ വാതിലുകളൊക്കെ അടച്ചിരിക്കുക, സ്വർഗവാതിലുകൾ തുറന്നിരിക്കുക. നമുക്ക് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റയ്യാൻ എന്ന കവാടം, സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക, അല്ലേ? അങ്ങനെ അനുഗ്രഹീതമായ പ്രത്യേകമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുക. പടച്ച റബ്ബേ, ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വർഗ കവാടത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റബ്ബേ. ആ റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ മാസം രാവും പകലും ഉപയോഗപ്പെടുത്തി നന്മകളാൽ സമ്പന്നമാകാൻ, നന്മകളാൽ നിറയാനും പടച്ചവനെ ഞങ്ങൾക്ക് തുണയേകണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾക്ക് ആശ്വാസം നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയവർ, കഴിഞ്ഞ റമദാനിൽ ജീവിച്ചവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും അതിനു മുമ്പ് പിരിഞ്ഞുപോയവരൊക്കെ ഉണ്ട് പടച്ചവനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്ക റബ്ബേ. ഖബറിനെ സ്വർഗത്തിന്റെ തോപ്പാക്കണം നാഥ. ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ സ്വർഗീയമായ അനുഭൂതിയിൽ അവരുടെ ബർസഖി ജീവിതം നീ ആക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. أقم الصلاة.